ഹോർമുസ് കടലിടുക്ക് വളരെ നിർണായകമാണ്. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്, വലിയ വെല്ലുവിളി നടത്തുകയാണ്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള കപ്പൽ അതുവഴി പോയി കഴിഞ്ഞാൽ ആക്രമിക്കുമെന്ന് വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തി വലിയ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയാണ് അമേരിക്ക. എന്നാൽ ആ അമേരിക്കയുടെ വാദങ്ങളെയും വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ചൈനീസ് ചരക്ക് കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നിരിക്കുകയാണ്. ആ കടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ബ്ലൂംബർഗ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനയുടെ ഉടമസ്ഥതയിലുള്ളതും ചൈനീസ് ക്രൂ പ്രവർത്തിപ്പിക്കുന്നതുമായിട്ടുള്ള റിച്ച് സ്റ്റാറി എന്ന കൂറ്റൻ ടാങ്കറാണ് അമേരിക്കൻ ഉപരോധത്തിന് ശേഷവും തന്ത്രപ്രധാനമായിട്ടുള്ള ജലപാതയിലൂടെ സഞ്ചരിച്ചതായിട്ട് ഷിപ്പിംഗ് ഡേറ്റ ഉദ്ധരിച്ച് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വലിയ വെല്ലുവിളിയും വലിയ വീരവാദവും മുഴക്കി അമേരിക്കയ്ക്ക് മുന്നിലൂടെ അമേരിക്ക പറഞ്ഞത് പാടെ തള്ളി മാറ്റി പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ചൈനയുടെ ഒരു ചരക്ക് കപ്പൽ ഈ ഹോർമുസ് കടലിടുക്ക് വഴി പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ ഫുൾ സ്റ്റാർ എന്നറിയപ്പെട്ടിരുന്ന ഈ ഒരു കപ്പൽ ഊർജ ഉപരോധം ഒഴിവാക്കാൻ ഇറാനെ സഹായിച്ചു എന്നാരോപിച്ച് 2023 US കരിമ്പട്ടികയിൽ പെടുത്തിയിരുന്നു. ഒരു ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ ശ്രമത്തിലാണ് ടാങ്കർ ഹോർമുസ് കടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിൽ പരം നാണക്കേട് അമേരിക്കയ്ക്ക് ഇനിയില്ല. എന്തുകൊണ്ടാണ് അമേരിക്ക ഈ ചൈന കപ്പലിന്റെ അല്ലെങ്കിൽ ഈ ചരക്ക് കപ്പലിനെ ആക്രമിക്കാതിരുന്നത്? ആക്രമിച്ചാൽ മൊത്തത്തിൽ വഷളാകും, ആകെ പ്രതിസന്ധിയാകുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം. കൺമുന്നിൽ കൂടെ ആ ചൈന കപ്പൽ പോകുമ്പോൾ ആകെ ചൂളിപ്പോവുകയാണ് അമേരിക്ക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര നാണം കെട്ടിരിക്കുകയാണ്. ലോകത്തിന് മുന്നിൽ വെല്ലുവിളിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഈ തന്റെ മുന്നിൽ കൂടെ ഈ ചൈനയുടെ ഈ ഒരു ചരക്ക് കപ്പൽ, ഈ ഒരു കൂറ്റൻ ടാങ്കർ കപ്പൽ പോകുമ്പോൾ ഏറ്റവും വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവുകയാണ്. ആദ്യം ഈ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറാനെ സമീപിക്കുന്നതോ അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കോ പോകുന്ന കപ്പലുകൾക്ക് എതിരെയായിരിക്കും ഞങ്ങൾ ആക്രമണം നടത്തുക, അതിനി ആരാന്നൊന്നും നോക്കത്തില്ല, ഏത് രീതിയിൽ ഞങ്ങൾ ആക്രമണം നടത്തും എന്നുള്ള ഒരു കടുത്ത ഭാഷയിലെ വെല്ലുവിളിയായിരുന്നു. എന്നാൽ ആ വെല്ലുവിളിയെ മറികടന്നാണ് ചൈന കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ട്രംപിന്റെ വെല്ലുവിളികളെല്ലാം പാടെ പാളിപ്പോയിരിക്കുകയാണ്. ഇനി ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും തിരിച്ചുള്ള എല്ലാ കപ്പലുകളെയും തടയുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന് ടോൾ നൽകി ഗതാഗതം നടത്തുന്ന കപ്പലുകളും തടയുമെന്നും ആക്രമിക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ഭീഷണിക്ക് മുന്നിലൊന്നും ചൈനയും റഷ്യയും ഇറാനും ഒന്നും വഴങ്ങില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഉപരോധം നിലവിൽ വന്നത്. ഉപരോധത്തിനായിട്ട് ഹോർമുസിൽ അമേരിക്കൻ നാവികസേന നിലയുറപ്പിക്കുകയും ചെയ്തു. അതായത് അവരുടെ എബ്രഹാം ലിങ്കൻ യുദ്ധവാഹിനി കപ്പൽ, അതുപോലെ തന്നെ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ, അങ്ങനെ പല സജ്ജീകരണങ്ങൾ കൊണ്ടും അവരുടെ നാവികരെ കൊണ്ടും എല്ലാം സജ്ജമാണ്. അത്തരം സജ്ജമായിരിക്കുന്ന സ്ഥലത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു കപ്പൽ ഇറാന് വേണ്ടി സഹായിക്കാനോ അല്ലെങ്കിൽ ഇറാന്റെ അടുത്തുനിന്ന് സഹായം കഴിഞ്ഞ് തിരിച്ചു വരികയോ ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം ആക്രമിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു, ചൈനയും റഷ്യയും വന്നു കഴിഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്യുമെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാരണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ രണ്ട് രാജ്യങ്ങളിലേക്കും വലിയ നീക്കങ്ങളൊന്നും നടക്കത്തില്ല, കാരണം വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയുടെ നീക്കം ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും ഇറാന് മുന്നറിയിപ്പ് എന്തായാലും ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ചൈനയുടെ റിച്ച് സ്റ്റാറി കടൽ കടന്നത്. എന്തായാലും ഇത് അമേരിക്കയെ വല്ലാതെ നാണം കെടുത്തിയിരിക്കുകയാണ്. ഇനി US ഉപരോധം നിലവിൽ വന്ന ഗൾഫ് മേഖലയിൽ നിന്ന് പുറത്തു കടക്കുന്ന ആദ്യത്തെ ടാങ്കറാണ് റിച്ച് സ്റ്റാറി എന്ന് പറയുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഹോർമുസിൽ ഉപരോധം ഏർപ്പെടുത്തിയത്. പക്ഷേ ഇത് ആകെ പാടെ പാളിയിരിക്കുകയാണ്. ഇനി എന്തായാലും യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയും അമേരിക്കയ്ക്കില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി റഷ്യയുടെ കപ്പൽ വരും, അതിനെ നേരിടുന്നത് വലിയൊരു പ്രശ്നമാണ്. കാരണം റഷ്യയ്ക്കും ചൈനയ്ക്കും മേലുള്ള ഉപരോധമൊന്നും ഏർപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അങ്ങനെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ യുദ്ധം വേറൊരു തലത്തിലേക്ക് പോകും. അത് ഇറാനിൽ നിന്ന് മാറി ഒരുപക്ഷെ അമേരിക്കയും ചൈന അല്ലെങ്കിൽ അമേരിക്കൻ റഷ്യയും ആയിട്ടുള്ള യുദ്ധമായിട്ടത് മാറും. എന്തായാലും ഭൗമരാഷ്ട്രത്തിന്റെ ചതുരംഗളത്തിൽ ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ കടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഹോർമുസ് കടലിടുക്കിലേക്കാണ്. ഈ കടലിടുക്കിലാണ് ഇപ്പോൾ സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക നാണം കെടുന്നത് തങ്ങളുടെ ആഗോളാധിപത്യം നിലനിർത്താൻ അമേരിക്ക വിരിച്ച ഉപരോധ വലകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ സൈന്യം നടത്തിയ പ്രഖ്യാപനം ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇതിനിടയിലാണ് ചൈന തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അതുവഴി ചൈനയുടെ ചരക്ക് കപ്പൽ യാതൊരു കുഴപ്പവുമില്ലാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ രംഗത്തെത്തുന്നത്. എന്തായാലും ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിക്കാനുള്ള അമേരിക്കൻ പദ്ധതിയെ കടൽ കൊള്ള എന്ന് വിശേഷിപ്പിച്ച ഇറാൻ ലോക വ്യാപാരത്തിന്റെ താക്കോൽ തങ്ങളുടെ കൈവശമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്.
ഒന്നുകിൽ ഈ പാത എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ ഇത് ആർക്കും വേണ്ടിയുള്ളതല്ല എന്ന ഇറാന്റെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് വെറും ഒരു വാക്കല്ല, മറിച്ച് ലോക സമ്പദ് വ്യവസ്ഥയുടെ ഗതിമേറ്റാൻ പോകുന്ന ഒരു ആയുധമാണ്. ലോകത്ത് പ്രതിദിനം ഉപയോഗിക്കുന്ന എണ്ണയുടെ ദ്രാവീകൃത പ്രകൃതി വാതകത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഇതുവഴിയാണ്. വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഇതിനെ ശ്വാസം മുട്ടിക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ ഇറാൻ അതിനെ തന്റെ പരമാധികാരത്തിന്റെ സംരക്ഷണ കവചമാക്കുന്നു. അതിനിടയിലാണ് റഷ്യയും ചൈനയും രംഗത്തെത്തുന്നത്. എന്തായാലും അമേരിക്കൻ പദ്ധതികൾ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുടെ ഉപരോധ നീക്കങ്ങളെ വെറും ഒരു സാമ്പത്തിക നടപടികളായി അല്ല, മറിച്ച് ആധുനിക കാലത്തെ കടൽ കൊള്ളയായിട്ടാണ് ഇറാൻ സൈന്യം കാണുന്നത്. ഇതൊരു സ്വതന്ത്ര രാജ്യത്തിന്റെ വ്യാപാര സ്വാതന്ത്ര്യത്തെ തടയുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിന് ഭീഷണിയാണെന്ന് ഇറാനിയൻ സൈനിക വക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈകളിലായിരിക്കെ തങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കവും ഈ മേഖലയിൽ അനുവദിക്കില്ല എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ഇറാന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ കടലിടുക്കിലെ ഓരോ നീക്കവും കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇത് അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അൽ ജസീറ പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇറാന്റെ ഈ നിലപാട് റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ്. അതുകൊണ്ടാണല്ലോ ചൈന തന്റെ കപ്പൽ യാതൊരു രീതിയിലും കൂസലും ഇല്ലാതെ അമേരിക്ക ഒരുമാതിരി നാണക്കെടുത്തിക്കൊണ്ട് തന്റെ വീര്യം പുറത്തു കാട്ടി ചൈന തന്റെ ഒരു ചരക്ക് കപ്പൽ പുറത്തുവിട്ടത്. ഇനി എന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് കാണട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കൂ എന്നതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു ഉപരോധം നടക്കുന്നതിനിടയിൽ ചൈന തന്റെ കപ്പൽ അതുവഴി കടത്തിവിടുമ്പോൾ ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് ഇനി നിങ്ങൾ അടി തുടങ്ങുന്നത് ഇറാനോട് മാത്രമല്ല ഞങ്ങളോട് കൂടിയാണ് എന്നുള്ളത്. എന്തായാലും അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം തകർക്കാൻ ശ്രമിക്കുന്ന പുതിയ സാമ്പത്തിക ശക്തികൾക്ക് ഇറാന്റെ ഈ ഒരു ചെക്ക് പോയിന്റ്, ഒരു യുദ്ധതന്ത്രം വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ഉപരോധം കൊണ്ട് ഒരു ജനതയെ മുട്ടുകുത്തിക്കാമെന്ന അമേരിക്കയുടെ മോഹം ഇവിടെ പരാജയപ്പെടുകയാണ്. എന്തായാലും അമേരിക്ക വന്നിരിക്കുന്ന ഉപരോധം, അല്ലെങ്കിൽ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഉപരോധം അവർക്ക് തന്നെ വിനയായിട്ട് മാറുകയാണ്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ചൈനയും ഈ പോലെ റഷ്യയും ഇറാനും ഒക്കെ രംഗത്തെത്തുമ്പോൾ അത് വലിയ രീതിയിൽ പ്രശ്നമാകും. മാത്രമല്ല അവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് തിരിച്ചടിയായിട്ട് മാറത്തേ ഉള്ളൂ. ഇനി ഈ പറയുന്നത് പോലെ തന്നെ ഇറാന്റെ മറ്റൊരു മുന്നറിയിപ്പുണ്ട്. ഇനി ഈ ഒരു സ്ഥലത്ത്, അതായത് ഈ ഹോർമുസ് കടലിടുക്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി വലിയ നാശനഷ്ടം വിതച്ചാൽ നിങ്ങളുടെ മറ്റ് പല രാജ്യങ്ങളിലുള്ള വ്യോമതാവളങ്ങളും ഞങ്ങൾ നശിപ്പിക്കുമെന്നതാണ്. അത് ഇറാൻ അങ്ങനെ തന്നെ ചെയ്യും. എന്തായാലും നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ വലിയൊരു സംഘർഷാവസ്ഥയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ വാക്കിൽ നിന്നുകൊണ്ട് ഇറാൻ അടുത്ത കടുത്ത നിലപാടിലേക്ക് പോകുമെന്നതാണ്. എന്തായാലും ഇറാന്റെ തുറമുഖങ്ങൾ അടഞ്ഞാൽ ലോകം വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇറാൻ വീണ്ടും വീണ്ടും ഇത്തരം നീക്കങ്ങളിലേക്ക് പോകരുത് എന്ന് പറയുന്നത്. എന്തായാലും യുദ്ധമല്ല, മറിച്ച് നീതിയുക്തമായിട്ടുള്ള വ്യാപാര സ്വാതന്ത്ര്യമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇറാൻ ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ തങ്ങളുടെ അതിർത്തികളെയും സ്വയാശ്രിതത്തെയും ചോദ്യം ചെയ്താൽ അതിന് തക്കതായിട്ടുള്ള മറുപടി നൽകാൻ ഇറാൻ സജ്ജമാണ്. ഹോർമുസ് കടലിടുക്കിലെ തർക്കം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് ലോകക്രമം ആരുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്നതിന്റെ സൂചനയാണ്. അതൊരിക്കലും അമേരിക്കയ്ക്ക് കിട്ടാൻ പോകുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്തായാലും ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അമേരിക്കൻ ഉപരോധങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും ദിവസങ്ങളിൽ തെളിയിക്കും. കടലിലെ ഈ ഒരു പോരാട്ടം ലോക ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിനാണ് തുടക്കം കുറിക്കുന്നത്. എന്തായാലും അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ഇറാൻ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നത് തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. 20 മൈൽ മാത്രം വീതിയുള്ള ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള കരുത്താണ്. അമേരിക്കയുടെ നാവികസേന എത്ര വലിയ ഉപരോധം തീർത്താലും സ്വന്തം മണ്ണും ജലപാതയും സംരക്ഷിക്കാൻ ഇറാനിയൻ സൈന്യത്തിന് പ്രത്യേകമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. സാമ്രാജ്യത്തിന്റെ ശക്തികളുടെ അടിച്ചമർത്തലുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ഇറാനെ സമ്മർദ്ദത്തിലാക്കാമെന്ന പേരിൽ ട്രംപ് പ്രഖ്യാപിച്ച ഉപരോധം യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല എന്നതാണ്. അതായത് ഇറാൻ അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാകുന്നില്ല എന്നതാണ്. എന്തായാലും അത് ബാധിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയും ജപ്പാനും ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചൈന രംഗത്തെത്തിക്കഴിഞ്ഞാൽ അടുത്ത കളി വേറെ തലത്തിലേക്ക് മാറും. അമേരിക്കയ്ക്ക് ആകെപ്പാടെ മൊത്തം നഷ്ടവും കരച്ചിലും പിഴിച്ചിലുമായിട്ട് മാറിപ്പോവും എന്നത്. അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത രാജ്യങ്ങളെ സാമ്പത്തികമായിട്ട് തകർക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് അമേരിക്കയ്ക്ക് എന്നും ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ആഗോള നാവിക ടാക്സ് ഫോഴ്സിൽ ചേരാൻ വിസമ്മതിച്ച രാജ്യങ്ങളെ
ഊർജ്ജ വിപണിയിൽ നിന്ന് ഒറ്റപ്പെടുത്താനാണ് അമേരിക്കയുടെ ഒരു തന്ത്രം നടക്കുന്നത്. പക്ഷെ അത്തരം തന്ത്രങ്ങളിൽ പല രാജ്യങ്ങളും, ഈ പറയുന്ന ചൈനയും റഷ്യയൊന്നും വീഴില്ല, ഇറാനും ഒരിക്കലും വീഴില്ല എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും അമേരിക്കയുടെ ഈ ഒരു പിടിവാശി കാരണം ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇത് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരന്റെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ലോകത്തെ ഒരു സാമ്പത്തിക മാറ്റത്തിലേക്ക് മനഃപൂർവ്വം തള്ളിവിടുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇത്തരം ഏകപക്ഷീയമായിട്ടുള്ള നടപടികൾ അമേരിക്കയുടെ ആഗോള സ്വാധീനം കുറയുന്നതിന്റെ ലക്ഷണമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് യാതൊരുവിധ പിന്തുണയും ഇല്ലാത്തത്. അമേരിക്കയുടെ ഭീഷണികൾ അവഗണിച്ച് ഇറാനുമായിട്ട് നേരിട്ട് സഹകരിക്കാൻ ഇന്ത്യയും ചൈനയും എടുത്ത തീരുമാനങ്ങൾ ലോകക്രമത്തിൽ വന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ചൈന തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായിട്ട് ഡോളറിന് പകരം യുവാൻ ഉപയോഗിച്ച് ഇറാനുമായിട്ട് ഇടപാട് നടത്തിയത് പെട്രോ ഡോളർ എന്ന അമേരിക്കൻ മേധാവിത്വത്തിനുള്ള കനത്ത പ്രഹരമാണ്. ഇന്ത്യ ആകട്ടെ നയതന്ത്രത്തിലൂടെ സ്വന്തം ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാനുമായിട്ട് നേരിട്ട് കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഈ നീക്കങ്ങൾ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഹോർമുസ് കടലിടുക്ക് വളരെ നിർണായകമാണ്. പക്ഷെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ പറയുന്നത് പോലെ തന്നെ ഇറാനെ ബാധിച്ചിട്ടില്ല എന്നതാണ്. എന്തായാലും ചൈനയുടെ കപ്പൽ വന്നതോടെ ഒരു കാര്യം മനസ്സിലായി, അമേരിക്ക ചൈനയ്ക്ക് മുന്നിലും ഇറാന് മുന്നിലും ഒക്കെ മുട്ടുമടക്കി യാതൊരു തരത്തിലും ഈ വെല്ലുവിളിയും ഭീഷണിയൊക്കെ നടത്തിയെങ്കിലും അതിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവൊന്നും ഈ പറയുന്ന അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ളത് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്.